ഉപ്പും എരിവും പുളിയും എണ്ണയുണ്ട്. ഇത് 4 ചേർന്ന് കഴിഞ്ഞാൽ ഈ രക്തദൂഷ്ടി ഉണ്ടാവും, പിത്തധാതുവും വർദ്ധിക്കും, പിത്തദോഷവും വർദ്ധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ അച്ചാറ് കഴിക്കരുത്. പിന്നെ തൈര്, കട്ട തൈര് ചൂടാണ്, ഉഷ്ണമാണ്, ശരീരത്തിൽ രക്തദുഷ്ടി ഉണ്ടാക്കും, ഒരു സംശയമില്ല, പിത്തം വർദ്ധിപ്പിക്കും, അതുപോലെ വിദാഹം ഉണ്ടാക്കും, ഉൾപ്പൊഴുക്കുണ്ടാക്കും. അതുകൊണ്ട് ഈ രോഗത്തിന് ഈ സംപ്രാപ്തി സെയിം ആയതുകൊണ്ട് നിങ്ങൾ അത് കഴിക്കാതിരിക്കണം. ഓക്കെ, തൈര് ഒഴിവാക്കണം, കട്ട തൈര് ഒഴിവാക്കണം. എന്നാൽ നേരെ മറിച്ച് തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി ഇതിൽ വെള്ളം ചേർത്ത് കാച്ചിയെടുക്കുന്ന മോര് വിശേഷമാണ് കഴിക്കാൻ വിരോധമില്ല, കഴിച്ചോളൂ കേട്ടോ. അപ്പൊ മോര് കഴിക്കാം, തൈര് കഴിക്കരുത്, മോര് കഴിക്കാം. ഇനി അടുത്തതാണ് ബീഫ് ചൂടാണെന്ന് എത്ര പേർക്കറിയാം? ബീഫ് ചൂടാണ്. ഓക്കെ, ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ അടിക്കിട്ടോ, എന്നാലേ നിങ്ങൾ ആരൊക്കെ ഇത് കാണണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ബീഫ് ചൂടാണ്. അടുത്തായിട്ട് കോഴി ചൂടാണ്. കോഴിമുട്ട ചൂടാണ്. ഈ കോഴിയുടെയും കോഴിമുട്ടയുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 ആഴ്ച കൊണ്ട് 2.5 കിലോ ആവാനായിട്ട് അതിന് ഒരുപാട് ഹോർമോണോ ആന്റിബയോട്ടിക്സ് എന്തൊക്കെയോ കൊടുത്തിട്ടാണ് അതിന് ഈ 3 ആഴ്ച കൊണ്ട് 2.5 കിലോ തൂക്കാക്കുന്നത് ഒരു കുഞ്ഞു കോഴീനെ. ഓക്കെ, അപ്പൊ ആ സംഗതികളും കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് ഇത് അമിതമായിട്ട്